കണ്ടിട്ടുണ്ട്. അല്ല, ഈ നിമിഷം വരെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പോലും റോഷി പാലിനെതിരെ നടന്ന ഈ കൊലവിളിയെ തള്ളി പറഞ്ഞിട്ടില്ല. അതിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ നടപടി ആവശ്യപ്പെടണ്ടേ? തള്ളി പറയണ്ടേ? ഇങ്ങനെ ഒരു കൂട്ടർ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയണ്ടേ? അങ്ങേറ്റം അപലപനീയമാണ്. റോഷിപ്പാൽ എന്ന് മാത്രമല്ല, ഏത് മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാൻ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ അനുകൂലിക്കുന്ന എത്രയോ മാധ്യമപ്രവർത്തകരുണ്ട്. അവരെയെല്ലാം കൊന്നുകളയാനും അല്ലെങ്കിൽ ഒക്കെ ഞങ്ങൾ പറയാൻ പാടുണ്ടോ? അതല്ലല്ലോ വേണ്ടത്. പരാജയത്തിൻ്റെ അഹങ്കരിക്കുകയാണ്. ഒരു പാലക്കാട്ട് അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയതിൻ്റെ അഹങ്കാരമാണത്. ഒരു സീറ്റും പിടിച്ചെടുത്തിട്ടില്ല. ഒരു സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയതിൻ്റെ അഹങ്കാരത്തിലാണ്. ആ അഹങ്കാരം അവരെല്ലാം വല്ലാതെ കുഴപ്പക്കാരാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങേറ്റം അപകടകാരികളാക്കി മാറ്റിയിരിക്കുകയാണ്. അത് ആയുധമെടുത്ത് തീർത്തേക്ക് കയ്യിൽ കിട്ടിയാൽ നോക്കേണ്ടതില്ല എന്ന് റോഷിപ്പാൽ എന്നൊരു റിപ്പോർട്ടറെ ചൂണ്ടി പറയുകയാണ്. അയാൾ എത്രയോ കാലത്തെ എക്സ്പീരിയൻസ്ഡ് റിപ്പോർട്ടറാണ്. റോഷിപ്പാലിനോട് അഭിപ്രായ വ്യത്യാസം ഏതൊരാൾക്കാകാം. പക്ഷേ തീർത്ത് കളയാനാണോ പറയേണ്ടത്? സൈബർ ആക്രമണമാണോ നിർത്തേണ്ടത്? അത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ, ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സൈബർ അറ്റാക്കാണ്, അതിക്രമമാണ് ശ്രീ റോഷിപ്പാൽ എന്ന റിപ്പോർട്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വധഭീഷണിയിൽ റിപ്പോർട്ടർ മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ആദിൽ പാലോടും ടി വി പ്രസാദും ചേരുന്നു വിവരങ്ങളുമായി. ആദ്യം ആദിലേക്ക്. അതിൽ വി ഡി സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ ഈ സൈബർ ആക്രമണത്തിൽ അറിവുണ്ട് എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. എന്താണ് എ റഹീം പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട വിമർശനം. ആർ റോഷിപാലിനെതിരായി നടക്കുന്ന കൊലവിളി, സൈബർ ആക്രമണത്തിൽ പ്രതിപക്ഷ നേതാവിന് കൃത്യമായ അറിവുണ്ട് എന്ന വിമർശനം ഡിവൈഎഫ്ഐ മുന്നിൽ വെക്കുന്നു. എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും ആർ റോഷിപാലിന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട ചില വിമർശനമാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസമാകാം, വിമർശനമാകാം. പക്ഷേ അത് കൊലവിളിയിലേക്കും സൈബർ ആക്രമണത്തിലേക്കും മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഡിവൈഎഫ്ഐ ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പലപ്പോഴും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെയും ഇവരെ തള്ളിപ്പറയാൻ ഡിവൈഎഫ്ഐ നേതൃത്വം ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ കൊലവിളിയെ തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകണമെന്നുകൂടി എ റഹീം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നു. വിജയത്തിൽ അഹങ്കാരം കോൺഗ്രസിനെ ബാധിച്ചിരിക്കുകയാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക മാത്രമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ നടത്തിയിരിക്കുന്നത്. എന്നാൽ വേറെന്തോ നേടിയതുപോലെയുള്ള അഹങ്കാരം കോൺഗ്രസിനെ മതിച്ചിരിക്കുകയാണെന്നും ഇത് കുഴപ്പത്തിൽ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ചാടിച്ചിരിക്കുകയാണെന്നും പറഞ്ഞിരിക്കുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം വന്നിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെയും വി ഡി സതീശൻ്റെയും അറിവോടെയാണ് റോഷിപാലിനെതിരെ ഈ നിലയിൽ കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് അനുഭാവികൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കൊലവിളിയും സൈബർ ആക്രമണവും നടത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്.